എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഇവിടെ നമ്മളിന്ന് ഈ എപ്പിസോഡിൽ പറയുന്നത് പഞ്ചഗ്രഹയോഗ ഫലമാണ്. അതായത് ഒരു രാശിയിൽ 5 ഗ്രഹങ്ങൾ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ്. അപ്പോൾ ഇവിടെ ജനന സമയം സൂര്യൻ മുതൽ വ്യാഴം വരെയുള്ള 5 ഗ്രഹങ്ങൾ, അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ വലിയ ഉപായക്കാരനും ദുഃഖിതനുമായും ഭാര്യയുടെ വേർപാട് കൊണ്ട് ദുഃഖത്തോടു കൂടി കഴിയുന്നവനും ആയിരിക്കും എന്നാണ് പറയുക. അതുപോലെ തന്നെ സൂര്യൻ, ചൊവ്വ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ ഇങ്ങനെ 5 ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നാൽ സത്യമില്ലാത്തവനായിട്ടും ബന്ധുക്കൾ തീരെ ഇല്ലാത്തവനായിട്ടും അന്യന്മാർക്ക് വേണ്ടി പ്രവർത്തനങ്ങളിൽ എപ്പോഴും തൽപരനായിരിക്കുന്നവനായിട്ടും നപുംസകമായവരുടെ നിത്യ സഹചാരിയായിരിക്കുമെന്നും പറയണമെന്നാണ് പറയുന്നത്. അടുത്തത് സൂര്യനും ശനിയും ബുധനും ചന്ദ്രനും ഒരു രാശിയിൽ നിന്നാൽ ദുഃഖത്തോടു കൂടിയവനും പുത്രന്മാരില്ലാത്തവനും ആയിരിക്കുമെന്നും അല്പായുസോടും അംഗവൈകല്യത്തോടും കൂടിയവനായിരിക്കുമെന്ന് പറഞ്ഞുകൊള്ളണമെന്നാണ് പറയുന്നത്. അടുത്തത് സൂര്യൻ, ചന്ദ്രൻ, വ്യാഴൻ, ശുക്രൻ, ബുധൻ ഇങ്ങനെ ഉള്ള 5 ഗ്രഹങ്ങൾ നിന്നാൽ ഈ ജന്മനാ തന്നെ കണ്ണ് കാണാൻ പാടില്ലാത്തവനായും വളരെ ദുഃഖിതനായിട്ട് ജീവിക്കുന്നവനും മാതാപിതാക്കളോട് വേർപെട്ടവനായിട്ടും പാടുന്നതിൽ തൽപരനായിട്ടും ഭവിക്കുമെന്നാണ് പറയുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ശനി, ചന്ദ്രൻ, വ്യാഴം, ആദിത്യൻ, ചൊവ്വ ഇങ്ങനെ 5 ഗ്രഹങ്ങൾ യോഗം ചെയ്തു നിന്നാൽ പരധനത്തെ അപഹരിക്കുന്നവനായിട്ടും പടയാളിയായിട്ടും പല വിധത്തിൽ അന്യ ആളുകളെ ദുഃഖിപ്പിക്കുന്നവനായിട്ടും ദുഷ്ടനായിട്ടും എല്ലാ വിഷയത്തിലും പക്ഷേ സമർത്ഥനുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അടുത്തത് ജനന സമയം സൂര്യനും ചൊവ്വയും ചന്ദ്രനും ശനിയും ശുക്രനും ഒരു രാശിയിൽ നിന്നാൽ അഭിമാനവും ആചാരമര്യാദകളും ധനവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവനായിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ പരസ്ത്രീ ഗമനത്തിൽ തൽപരനായും ഭവിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഗ്രഹത്തിൽ അങ്ങനെ വളരെ ചുരുക്കമായിട്ടേ വരാറുള്ളൂ. അപ്പോൾ ഫലം ദോഷഗുണം ഫലം തന്നെയാണ്. ഹരിയും ഹരിയും.